പ്രിയഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനം പൂർത്തിയാക്കി പൂങ്കുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുവന്നു. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തി. കൂടുതൽ വിവരങ്ങളുമായി ജി പ്രസാദ് കുമാർ അവിടെ നിന്നും ചേരുന്നു. ജി പ്രസാദ് കുമാർ, നിരവധി പേരായിരിക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മലയാളത്തിന് ഒരേ ഒരു ഭാവഗായകനേ ഉള്ളൂ, അത് പി ജയചന്ദ്രനാണ്. പി ജയചന്ദ്രന്റെ വിയോഗത്തിൽ ഒരു നോക്ക് കാണാൻ നിരവധി പേർ ഇപ്പോഴും എത്തുന്നുണ്ടോ അവിടേക്ക്? തീർച്ചയായിട്ടും മോത്തി ഇപ്പോൾ അവിടുത്തെ 2 പൊതുദർശനങ്ങൾ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇവിടെ 1 മണിക്കൂർ നേരമാണ് പൊതുദർശനം ഉണ്ടായത്. അതിനുശേഷം 2 മണിക്കൂർ നേരം സംഗീത നാടക അക്കാദമി ഹാളിലും പൊതുദർശനം ഉണ്ടായി. 2 സ്ഥലങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാനായിട്ട് എത്തിച്ചേർന്നിട്ട് വീണ്ടും അവിടുത്തെ പൊതുദർശനം കഴിഞ്ഞപ്പോൾ വീണ്ടും പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനി നാളെ രാവിലെ 8 മണി വരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വരുന്ന അടുത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അങ്ങനെ കുടുംബ സുഹൃത്തുക്കൾ, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു സമയമാണ്. ഇപ്പോൾ വീണ്ടും ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ കുറച്ച് പേർ രാവിലെ അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം വന്ന കുറച്ച് അയൽവാസികളും ബന്ധുക്കളും എല്ലാം ഉണ്ട്. അവർക്ക് കാണാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ നാളെ രാവിലെ വരെ തുടരും. എല്ലാ ബന്ധുക്കളും എല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു എന്നാണ് അടുത്ത ബന്ധുക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റാരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി ചേന്ദമംഗലത്ത് പോയാൽ അവിടെ സംസ്കാരം നടത്താനുള്ള ഇരുട്ടാകും എന്നുള്ളതുകൊണ്ടാണ് നാളെ രാവിലെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. രാവിലെ 8 മണിയോടെ ഇവിടെ നിന്ന് പോകും. അതിന് ശേഷം ഉച്ചയ്ക്ക് മുൻപായിട്ട് 12 മണിക്ക് ശേഷമാകും അവിടെ ചേന്ദമംഗലത്തെ തറവാട്ട് സംസ്കാരം നടക്കുക. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നാടുമായി ബന്ധപ്പെട്ടും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും എല്ലാം തന്നെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ഇവിടെ നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ അടക്കമുള്ള ഒട്ടേറെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ ഇവിടെ ശ്രീകുമാരൻ തമ്മിയും അങ്ങനെ ഒരുപാട് സിനിമാ രംഗത്തുള്ളവരും രാഷ്ട്രീയക്കാരും നാട്ടുകാരുമെല്ലാം ഉണ്ടായിരുന്നു. ഇനിയും ആളുകൾ വരും എന്നാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചും നിരവധി പേർ, മന്ത്രിമാരടക്കമുള്ളവർ എത്തിയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും 3 മന്ത്രിമാർ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രി ആർ ബിന്ദു, AK ശശീന്ദ്രൻ, K രാജൻ തുടങ്ങിയ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VM സുധീരനും എത്തി. അപ്പോൾ അത്തരം രാഷ്ട്രീയമായി ബന്ധപ്പെട്ടും ആൾക്കാർ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സിനിമയുമായി വരുന്നത് കൂടുതൽ പേര് വരും. ഇന്നലെ രാത്രിയായിരുന്നു മരണം എന്നുള്ളതുകൊണ്ട് തന്നെ അധികം പേർക്ക് കേരളത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ചെന്നൈയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സംഗീതവുമായി ബന്ധപ്പെട്ട്. അവരെല്ലാം എത്തേണ്ടത് എന്തായാലും ഇന്ന് രാത്രിയും നാളെ രാവിലേക്കുള്ളിൽ തന്നെ അത്തരം ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തും. അതിനുശേഷം രാവിലെ 8 മണിക്ക് ശേഷമാകും ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുക. മോത്തി.